ബോർഡർ ടൈപ്പിലും അതുപോലെ സാധാ ടൈപ്പിലും ഒരേപോലെയുള്ള ടൈപ്പിലും ലൈൻസിലും കുഞ്ഞു പൊള്ളികളൊക്കെ ആയിട്ട് അടിപൊളി അജ്രക്ക് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അജ്രക്കില്ലേ ചുങ്കിടി ഉള്ളോ എന്നാ ചോദിക്കണ്ടേ. എങ്ങനെ പറഞ്ഞാലും കുറ്റം ബാക്കിയാവും. ഈ അമ്മായിമ്മയും മരുമോളും പോലെയാണ്. എത്ര നോക്കിയാലും അമ്മായിമ്മമാർക്ക് കുറ്റം ബാക്കിയാവും. അപ്പോൾ എത്ര നോക്കിയാലും മരുമക്കൾക്ക് പരാതി ഞങ്ങളെ കെയർ ചെയ്യണില്ല എന്നുള്ള പരാതി ബാക്കിയാവും. അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെയാണ് ഈ ബിസിനസ്സും. അത് ഏത് ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. അജ്രക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അജ്രക്ക് മാത്രമേ ഉള്ളൂ ചോദിക്കും. ചുങ്കിടി കൊണ്ടുവരുമ്പം അജ്രക്കില്ലേ ചോദിക്കും. ഇനി കള്ളികൾ കൊണ്ടുവരുമ്പോൾ പുള്ളിയില്ലേ ചോദിക്കും. പുള്ളി കൊണ്ടുവരുമ്പോൾ കള്ളില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ സംശയത്തിനുള്ള മറുപടി ഇതാ ഈ ഒറ്റ വീഡിയോയിലുണ്ട്. ഇത് മൊത്തത്തിൽ 400 പീസ് ഉണ്ട്. 6 മോഡൽസ് ഉണ്ട്. 6 മോഡൽസും 2 കെട്ട് വീതമുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം ഇതിലിപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് നിവർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ഫോട്ടോസ് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. ഇതെല്ലാം 290 റോയൽ അജ്രക്കിൻ്റെ പീസുകളാണ്. 320 അല്ല, 290 ആവശ്യമുള്ളവർ. ഈ ഒരു മെറ്റീരിയൽ ഞാൻ കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഉണ്ടായിരുന്നത് അത് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും വരാറുണ്ട്. അതിന് ഞാനിട്ടൊരു ഷോർട്സ് 2 ലക്ഷത്തിലപ്പുറം വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളത് 2 കെട്ടുണ്ടായിൽ അരക്കെട്ടിപ്പോൾ ഇങ്ങനെ ചോദിക്കണവർക്ക് കൊടുത്ത് തീർന്നിട്ടുണ്ട്. അതെല്ലാം കഫ്താനിന് കൂടുതൽ മാച്ച് ചെയ്യുന്ന ബോർഡർ ടൈപ്പാണ്. അടിഭാഗത്തുള്ള ബോർഡർ ടൈപ്പ് അല്ല. ആ മോഡൽ പിന്നെ കിട്ടിയിട്ടില്ല. അത് കുറേ ചോദിക്കാറുണ്ട്. പക്ഷെ അതിൽ റെഡിൽ 2-3 പീസ് ആദ്യം ബാക്കിയുള്ളത് ഇവിടെ ഉണ്ട്. അല്ലാത്തതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബ്ലൂ ബാക്കിയുള്ള കളറൊന്നുമില്ല. പിന്നെ അജ്രക്കിൽ പൊതുവേ ആയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാവാറില്ല. ബാക്കിയുള്ള കളേഴ്സുകൾ കുറവാണ്. റെഡ്, മെറൂണ്, ചിലപ്പോൾ കോഫി ബ്രൗണ്, ചിലപ്പോൾ ബ്ലാക്ക്, അത്രേ ഉണ്ടാവാറുള്ളൂ. അതിലപ്പുറം ഒരു കളറ് അജ്രക്കിൽ ഇതുവരെ. പിന്നെ റണ്ണിങ് മെറ്റീരിയലുണ്ട്. അത് നമുക്ക് ബ്ലൗസ് ഇതൊക്കെ കട്ട് പീസിൽ റണ്ണിങ് മെറ്റീരിയൽ ഗ്രീനൊക്കെ വരാറുണ്ട്. അതുപോലെ കുമാറിൻ്റെ അജ്രക്കിലും ഗ്രീനൊക്കെ കാണാറുണ്ട്. ഇത് DCMൻ്റെ അജ്രക്കാണ്. 250 GSM ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അജ്രക്ക് എന്താന്ന് കോട്ടൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചിലർ. കോട്ടൺ തന്നെയാണ് അജ്രക്ക്. കോട്ടൻ്റെ മെറ്റീരിയലാണ്. പക്ഷേ ഒരു ട്രെൻഡായിട്ടുള്ളൊരു ബ്രാൻഡും അല്ല. കാരണം അജ്രക്കിൽ തന്നെ ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. ഇതൊരു നമ്മളിപ്പോൾ ചുങ്കിടി എന്നൊക്കെ പറയില്ലേ, ചുങ്കിടിയും കോട്ടൺ ഉള്ളതുണ്ട്, റയോൺ ഉള്ളതുണ്ട്. അതൊക്കെ ആയാലും ആൽഫേൻ്റെ മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ടായി. ഒറ്റ പീസില്ല. ഇനി അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കിട്ടുകയെന്നറിയില്ല. തൊടുപുഴയെന്ന് വിളിച്ചിട്ടുള്ള ലിൻസി ചേച്ചി കസ്റ്റമേഴ്സിൻ്റെ കുറ്റം പറച്ചിൽ കേട്ടുകൊണ്ട് ബിസിനസ് നിർത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മാസം മുന്നേ. കസ്റ്റമേഴ്സ് കുറ്റം പറഞ്ഞിട്ട് നമ്മളെ നിർത്തുക എന്നൊക്കെ തുടങ്ങിയാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മളെന്തെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മളൊരു ചായ ഉണ്ടാക്കിയാൽ അത് മധുരം കുറവുള്ളവർ പറയും ഇതിൽ മധുരം പാകാന്ന് പറയും ഇഷ്ടമുള്ളവർ. പക്ഷെ മധുരം ഇഷ്ടമുള്ളവർ പറയും ഇതിൽ മധുരം തീരെ ഇല്ല, അത് എന്ത് ചായയാണത്. ചിലർ പറയും കടുപ്പം കുറവാണ്. എന്ത് സാധനത്തിനും കുറ്റം പറയും, കുറ്റം കേൾക്കും എന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടിൽ ചായ ഉണ്ടാക്കാതിരിക്കുമോ? നമ്മളെ വീട്ടിൽ നിൽക്കാതിരിക്കുമോ? അപ്പോൾ ഒരാൾ കുറ്റം പറയണ്ടെന്ന് വെച്ചിട്ട് പോസിറ്റീവ് 10 പേര് കുറ്റം പറഞ്ഞാലും പോസിറ്റീവ് പറയണ ഒരാൾ മതി നമുക്ക്. ആ ഒരു രീതിയിലുള്ള മൈൻഡായിട്ട് നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കുച്ചിപ്പുറ്റി ചനത്തിലായിട്ട് ഓലത് പറഞ്ഞു ഇവലത് പറഞ്ഞ് നിന്നാൽ ഒന്നിനും പറ്റൂല. ഇൻസി ചേച്ചിനെ അങ്ങനെയൊക്കെ പറഞ്ഞേ നടപടിയാക്കി വിട്ടിട്ടുണ്ട്. ഇന്നലെ 10 പീസ് കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിങ്കളാഴ്ച കിട്ടാൻ വയ്യുള്ളൂ. തിങ്കളാഴ്ച കിട്ടിയിട്ട് അറിയാം ബാക്കി വകുപ്പ് എന്താണെന്നുള്ളത്. മനസ്സ് മടുത്തെത്താന്നാണ് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സ് മടുത്തുകൊണ്ട് നിൽക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, കണ്ണാടീൻ്റെ മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് ആ കണ്ണാടിയിൽ കാണുന്ന ആൾ നമുക്ക് ദേഷ്യമുള്ള ആളാണെന്നാണ് ചിന്തിക്കുക. എന്നിട്ട് പറയാനുള്ള തെറി മുഴുവൻ ഒറ്റയടിക്കണ്ടിരുന്നാൽ പിന്നെന്താണെന്നറിയോ, നമ്മളെ മനസ്സിൽ ആ ഒരു ഫ്രസ്ട്രേഷനും നിൽക്കൂല. പറയാനുള്ളതും പറഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് കണ്ണാടി നോക്കിയിട്ട് നമ്മളൊന്ന് കരയണ പോലെ ഇങ്ങനെ നിന്നാൽ മതി. അപ്പം എന്താ ആ ആൾക്ക് നല്ല നമ്മൾ പറഞ്ഞത് ആ ആൾക്ക് നല്ല സങ്കടമായി നമുക്ക് തോന്നിയാൽ ഞാൻ എൻ്റെ ഒരുവിധം ദേഷ്യമൊക്കെ അങ്ങനെ ഉണ്ട് തീർക്കുക. അല്ല നമ്മൾ അതിപ്പോൾ നമ്മൾ കാരണം ഏതൊരു ബിസിനസ്സിലായാലും കസ്റ്റമറാണ് കിങ് അല്ലേ. അവർ വാങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ലാഭം ഉണ്ടാവേണ്ടത്. നമ്മളെ ബിസിനസ് നിലനിൽപ്പുകൊണ്ട്. ഇപ്പം നമ്മളെ വേറെ ഒന്നും വേണ്ട, ഒരു കസ്റ്റമറെ സ്ഥാനം നമ്മളിങ്ങനെ മുതലാളിയായിട്ട് ചിന്തിക്കണോണ്ടാണ്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാൽ എന്താ ചെയ്യുക, 10 എണ്ണം വലിച്ചിടിച്ചിട്ട് അതിനൊന്നും ഇഷ്ടമുള്ളത് എടുക്കും. ചിലപ്പോൾ ആ ഇഷ്ടമുള്ളത് നമ്മൾ ആദ്യം കയ്യിലൊന്ന് ഇഷ്ടപ്പെട്ട് എടുത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ബാക്കി മുഴുവനും വലിച്ചു വാരി ഇടിപ്പിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ അവൾ പറയും എനിക്ക് നേവി ബ്ലൂ കളറാണ് ഇല്ലാത്തത്, ആ ഒരു കളർ വേണം.
ആ ഒരു കളർ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോവുക. എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആദ്യം ആ ഒരു ബ്ലൂ കളർ കണ്ടാലും അത് കയ്യിലിങ്ങനെ പിടിച്ചവിടെ നിൽക്കും. എന്നിട്ട് ആ റാക്കിലുള്ള എല്ലാം എടുത്ത് ഏൽപ്പിച്ചിട്ടും അപ്പൊക്കെ അവളെ കയ്യിൽ സേഫായിട്ട് അവൾ വിചാരിച്ച കളർ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ആ പയ്യനെ കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഉള്ളിൽ സ്റ്റോക്കുള്ള വേറെ ഏതേ മോഡലുണ്ടാവും, ഒന്നും കൂടി അത് നോക്കുമോ, ആ വരുന്ന ഇതിൽ നേവി ബ്ലൂ കളർ ഉണ്ടെങ്കിലും ഇവൾ ഈ ഫസ്റ്റ് എടുക്കേണ്ടതാണ് ലാസ്റ്റ് ബില്ലടക്കുക. ഞാൻ എന്നിട്ട് പറയും, എന്തിനാണ് വെറുതെ അതൊക്കെ വലിച്ചു വാരിയിട്ടെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ, നമ്മളല്ലേ എടുക്കണ്ടേ, നമ്മളെ പൈസ അല്ലേ, അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടോ എന്നില്ലെങ്കിൽ തരേണ്ട നമ്മളെ കാര്യമല്ലേന്ന്. അപ്പം എന്നാലും ആ ടെക്സ്റ്റൈൽസുകാർ മനസ്സിൽ പ്രാഗിയിട്ടുണ്ടെങ്കിൽ കൂടി അവരെന്താ ബില്ല് കൊടുക്കാതെക്കോ സാധനം കൊടുക്കാതെക്കോ ഇല്ല. അപ്പം നമുക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ചിലരെന്ത് ചെയ്യും, ഒരു 10 ഇറക്കിയിട്ട് പിന്നെ അവിടെ നിൽക്കും, ഓരോന്ന് എടുത്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ഇപ്പം ഇനി ഓലോട് വേറെ ഉണ്ടോയെന്ന് എങ്ങനെ ചോദിക്കാന്ന്. നൈറ്റി എന്ന് പറയുന്നത് ഡെയിലി വെയറാണ്. അപ്പോൾ ഇതിന് നമ്മൾ വിചാരിക്കണം ഒരുപാട് പൈസ ഒന്നും വേണ്ട. 3000-4000 ചുരിദാർ എടുക്കുന്ന പോലെ അല്ലല്ലോ. നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണാനില്ലേ, അതിങ്ങനെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ഒരു ദിവസം വെച്ച ഡിസ്പ്ലേ വെച്ച ഡ്രസ്സ് ആവില്ലല്ലോ പിറ്റേ ദിവസം വെക്കുക. അപ്പോൾ ഓരോ ദിവസവും അവരിത് ഇങ്ങനെ മാറ്റി വരേണ്ട. എന്താണ്, ഇന്നലെ ഒരു മോഡൽ കണ്ടിട്ട് നമ്മളെടുത്ത് പോയതാണ്, പിറ്റേ ദിവസം അത് കാണുമ്പോഴല്ലേ എന്ത് രസം, ഇനി അടുത്ത കല്യാണത്തിന് അത് എടുത്താലോ നമ്മൾ തീരുമാനിക്കുക. അതേപോലെ തന്നെ ദിവസവും എന്ത് ചെയ്യുക, ഒരു ആവശ്യമുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കണ്ട, സ്റ്റാറ്റസ് അങ്ങനെ വെക്കുക മാറ്റുക. പോയാലെന്ത് ചെയ്യുക, ഒരു ഫോട്ടോസ് നിങ്ങൾ അന്ന് എടുത്തതല്ലായിരുന്ന ഞാൻ അതിൻ്റെ വേറൊരു മോഡൽ വന്നിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ട് അയച്ചതാണ് എന്ന് മാത്രം പറയാം. ഇനി അഥവാ അവർ ദേഷ്യപ്പെട്ടാൽ പിന്നെ അയക്കാനും നിൽക്കണ്ട. പുതിയ മോഡൽസോ സ്റ്റാറ്റസ് ഇട്ട് മാത്രം നിന്നാൽ ചിലവർ സ്റ്റാറ്റസ് മാത്രം വെച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കൂല. അപ്പം അതിൻ്റെ പകരം മൊത്തത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒന്നുകിൽ, എന്നിട്ട് എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്യുക. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ ബിസിനസ്സിനായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ ഫാമിലിയിൽ ഇതിനെക്കുറിച്ച് ചൊറിഞ്ഞ് നിൽക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മളെ എല്ലാ നമ്പറും എന്ത് ചെയ്യണം, നമ്മളെ അയൽവാസികളോടൊക്കെ ഒരു ബന്ധം പുതുക്കണം. എല്ലാവരുടെയും കോണ്ടാക്റ്റ് നമ്മളെ നമ്പറിൽ സേവ് ആക്കിപ്പിക്കണം. എന്ത് ചെയ്യുക, അവരോടൊക്കെ നമ്പർ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാക്കുക. എന്നിട്ട് അവരുടെ ഫോൺ നമ്പർ വാങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ, എൻ്റെ നമ്പർ എന്താ. എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ നിൽക്കുക ആദ്യം, അതൊന്ന്. അല്ലെങ്കിൽ ഓളിങ്ങനെ ഒരു ഉണ്ടാതെ പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ ഓക്ക് കുറച്ച് നെളിയേറാണ്, ഇനിയിപ്പോൾ ഓളടുത്ത് വാങ്ങും കൂടിയാൽ മതി, ഓളിപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് ഉണ്ടാക്കണ്ട എന്നുള്ള ചിന്തയിൽ നിൽക്കും. അതല്ല, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ നിൽക്കണമെങ്കിൽ ഓക്ക് നല്ല സ്വഭാവമാണ്, ഓളടുത്ത് നിർത്താമല്ലോ, അപ്പോൾ ഓളെ സ്വഭാവം പോലെ തന്നെ ഓളെ സാധനം നന്നാവും എന്നുള്ള ചിന്തയിൽ വരുന്ന നമ്മൾ മലയാളികളാണ്. അപ്പോൾ ആ ഒരു ചിന്തയും കൂടി എല്ലാവരുടെ അടുത്തും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് എല്ലാവരുടെ നമ്പറും സേവ് ചെയ്യുക. അപ്പോൾ ചിലർ പറയാറുണ്ട്, എന്താ പറയുക, എല്ലാവരും നമ്പറും നമ്മൾ സേവ് ചെയ്തെന്ന് വെച്ചിട്ട് ഓല് സേവ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പം എന്ത് ചെയ്യുക, നമ്മളെ ഫോൺ എടുത്തിട്ട് ഓല നമ്പർ വാങ്ങിയിട്ട് സേവ് ചെയ്തതിന് ശേഷം അപ്പം വിളിച്ചാൽ ചിലപ്പോൾ അത് സേവ് ചെയ്യുക. രാത്രിയായിട്ട് ഒന്ന് വിളിച്ചാണ്ട് ഹലോ എന്ന് വെച്ചാണ്ട് ഇത് നിങ്ങൾക്ക് അറിയണ വേറെ ആരെങ്കിലും പേര് പറയാം, ഇവരെ പേര് പറയരുത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു ശീലച്ചേച്ചിൻ്റെ നമ്പറാണ് അങ്ങനെ പറഞ്ഞ് വാങ്ങിയതെന്ന് വിചാരിച്ചോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഉമ്മച്ചിയല്ലേ നോക്കുക, നിങ്ങളെ അമ്മക്ക് വിളിക്കണ പോലെ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ പറയാം നമ്പർ വാങ്ങിയതാണ്, പിന്നെ ഇതാരാന്ന് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്പറാണ്, നിങ്ങൾ സേവ് ചെയ്താണ്, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് വാങ്ങിയില്ല, അപ്പോൾ ഞാൻ എൻ്റെ അമ്മക്ക് അടിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കട്ട വിടുക. അമ്മക്ക് വിളിച്ചാൽ എന്നിട്ട് ആ നമ്പർ അവരെ കൊണ്ട് സേവ് ചെയ്യിപ്പിക്കുക. നിങ്ങളെ വാട്സപ്പ്, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാട്സപ്പ് സീൻ ചെയ്യുക. എന്നിട്ട് ഓലതായിട്ടുള്ള ഫോട്ടോസൊക്കെ ഇടും, ഓല ഫാമിലി ഫോട്ടോ ആ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് നിങ്ങളാരായത് അവരുടെ വാട്സപ്പിന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് അതിൽ അഭിപ്രായങ്ങൾ പറയുക. ഇത് നിങ്ങളെ ഫോട്ടോസാ അടിപൊളിയാണല്ലോ, ഇത് നിങ്ങളെ ഡ്രസ്സാ, അത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ആദ്യം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ നാട്ടുകാർ വിശ്വസിക്കണം. നമുക്ക് 10 റുപ്യ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതി. ഞാൻ അവരുടെ സ്വഭാവം കാണിച്ചോട്ടെ. ചിലർ പറയും ആ സ്വഭാവം കണ്ടാൽ കൊടുക്കാൻ തോന്നൂല, എടുക്കാൻ തോന്നൂല. നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവം ജഡ്ജ് ചെയ്യാൻ അതിനൊന്നും നിൽക്കണ്ട. നമ്മളെ കാര്യം മാത്രം ചിന്തിക്കുക, ക്വാളിറ്റിയിൽ എപ്പോഴും ഉറപ്പ് വരുത്തുക. കുറച്ച് ബിസിനസ് ആകുമ്പോൾ ചിലരെന്ത് ചെയ്യും, പറ്റ ലോക്കൽ തുണി, അപ്പോൾ ഒരു പ്രാവശ്യം എടുത്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ ആരും ആ ഭാഗത്തേക്ക് വരില്ല. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് വരരുത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലും നിങ്ങൾ ചെയ്യണ കാര്യം ഭംഗിയാക്കിയിട്ട് ചെയ്യുക. തുടങ്ങിയ ഉടനെ തന്നെ ഒരുപാട് ലാഭം കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും, സമാധാനം നിങ്ങൾക്കുള്ള റിസൾട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് നല്ല സ്വഭാവത്തിൽ നിന്ന് ഓൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, ചിലപ്പോൾ ഈ ചേച്ചിമാരൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ച് കൈത്തിറങ്ങിയിട്ടും നല്ല മോഡലും ഒക്കെ ആ രീതിയിൽ അടിച്ചു കൊടുത്താൽ, അപ്പോൾ അവർ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലുള്ള അവരുടെ നാത്തൂന്മാരും ഇവരൊക്കെ ആയിട്ട് അങ്ങനെ ബിസിനസ് പോവും.
എൻ്റെ ബിസിനസ് ഇങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നെ പോലെ നിങ്ങളാരും ചെയ്യേണ്ടെന്നല്ല. ഒരാളെന്ത് ചെയ്ത് 200 പീസ് ഒരുമിച്ചെടുത്ത് 200 പീസ് എടുത്തപ്പോൾ കുറച്ച് റേറ്റ് കുറച്ച് തരാമെന്ന് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത്. അപ്പോൾ അവർ റേറ്റ് കുറച്ച് തരാമെന്ന് കേട്ടപ്പോക്കിന് ഇവരതിൽ വീണ് ക്വാളിറ്റി നോക്കിയില്ല. അജ്രക്കിൻ്റെ പകരം അസ്രക്കിൻ്റെ തുണിയാണ് കിട്ടിയത്. അത് ഒരു എണ്ണ പോലെയാണ് ആ ഒരു ക്ലോത്ത്. നന്നായിട്ട് കളറിളകും ചെയ്യും. ആകെ പെട്ടെന്ന് പറഞ്ഞ പോലെയായി. ഇപ്പം ആരും അത് തിരിച്ചെടുക്കണമില്ല. അവർ ഓൺലൈനിൽ ഒന്നായിട്ടിട്ട് ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നും റെഡിയാക്കാതെ ഓൺലൈനിൽ ഇട്ടത് കൊണ്ട് ആരും ഓർഡർ കൊടുത്തു. ഓൺലൈനിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ വിശ്വാസമില്ലാതെ ആരും അത് ചെയ്യൂല. അപ്പം അങ്ങനെയുള്ള മുൻചാട്ടങ്ങളും എടുത്തുചാട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക. എന്ത് സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇതിലുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി എന്ത് തന്നെ ആയാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.